ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യ അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജന കേന്ദ്രീകൃതമായ 60,000 കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന്റെ ഭാഗമായി രാജ്യത്ത് 18 ലക്ഷത്തോളം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നൽകരുതെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കാർഷിക സർവകലാശാലകളിലെ ബിരുദ സീറ്റുകളിൽ 20% അഖിലേന്ത്യാ മത്സര പരീക്ഷയിലൂടെ നികത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത്. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഇന്ത്യ അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൈപുണ്യ വികസനം രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകി 60,000 കോടിയിലധികം രൂപയുടെ യുവജന കേന്ദ്രീകൃത സംരംഭങ്ങൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. साथियों, आज का समारोह इस बात का प्रतीक है कि आज का भारत कौशल को कितनी प्राथमिकता देता है. आज देश भर के नौजवानों के लिए शिक्षा और कौशल विकास की 2 और बड़ी योजनाएं लॉन्च हुई है. देश भर में ITI के जो शिक्षार्थी हैं, ये भी एक बहुत ब्राइट फ्यूचर का रास्ता है, इसलिए आए हैं. യുവാക്കളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുള്ള PM സേതു പദ്ധതിക്കും തുടക്കം കുറിച്ചു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നവോദയ വിദ്യാലയങ്ങളിലും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലുമായി സ്ഥാപിച്ച 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകളും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം ബിരുദധാരികൾക്ക് 2 വർഷത്തേക്ക് 1000 രൂപ പ്രതിമാസ അലവൻസും സൌജന്യ നൈപുണ്യ പരിശീലനവും നൽകുന്ന ബീഹാറിന്റെ നവീകരിച്ച മുഖ്യമന്ത്രി നിശ്ചയ സ്വയം സഹായതാ ഭട്ട യോജനയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതി കൈവരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്നും ശ്രീ മോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം ബന്ദികളെ മോചിപ്പിക്കാനും അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ടുവെച്ച ഗാസ സമാധാന നിർദ്ദേശവുമായി സഹകരിക്കാനുമുള്ള ഹമാസിന്റെ പ്രഖ്യാപനത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം, തടസ്സമില്ലാത്ത മാനുഷിക സഹായം എന്നിവ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ച ഗുട്ടറസ് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളും ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നൽകരുതെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം കടുത്ത മേൽനോട്ടത്തിലായിരിക്കണം മരുന്നുകൾ നൽകേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ഇതു സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ആരോഗ്യ വകുപ്പ് ഡയറക്ടർമാർക്ക് മന്ത്രാലയം കത്ത് നൽകി. അതേസമയം മധ്യപ്രദേശിൽ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചെന്ന സമീപകാല റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് സംയുക്ത സംഘം സ്ഥലം സന്ദർശിച്ച് വിവിധ കഫ് സിറപ്പുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന്റെ ഭാഗമായി രാജ്യത്ത് 18 ലക്ഷത്തോളം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. ക്യാമ്പയിനിലൂടെ രാജ്യത്തെ 6.5 കോടി വനിതകളെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രാജ്യത്തിനുള്ള ശക്തമായ പ്രതിബദ്ധതയുടെ അടയാളമാണിതെന്ന് ശ്രീ നഡ്ഡ വ്യക്തമാക്കി. കാർഷിക സർവകലാശാലകളിലെ ബിരുദ സീറ്റുകളിൽ 20% അഖിലേന്ത്യാ മത്സര പരീക്ഷയിലൂടെ നികത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 2025-26 അധ്യയന വർഷം മുതൽ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നും ഇതിലൂടെ രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ലളിതവും ഏകീകൃതവുമായ പ്രവേശനം ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 12ാം ക്ലാസ്സിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, കണക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്നീ വിഷയങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് CUET ICAR ദേശീയ പ്രവേശന പരീക്ഷയിലൂടെ പ്രവേശനം നേടാൻ ഈ നീക്കം വഴിയൊരുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ 12 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി യോഗം ചേരുന്നു.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പട്നയിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം 2 ദിവസം പട്നയിൽ തുടരും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ സംഘത്തിലുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പുതുതലമുറ GST പരിഷ്കരണം വഴി വാണിജ്യ ചരക്കു വാഹനങ്ങളുടെ നികുതി നിരക്ക് കുറച്ചത് ലോജിസ്റ്റിക്സ് ഗതാഗത മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും. ഈ നീക്കം രാജ്യത്തിന്റെ വിതരണ ശൃംഖലയെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കുകയും കയറ്റുമതി മത്സരശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തുടനീളമുള്ള ചരക്ക് നീക്കത്തെ ഉത്തേജിപ്പിക്കുക ലക്ഷ്യമിട്ട് 28% നിന്ന് 18%ആയാണ് GST നിരക്ക് കുറച്ചിട്ടുള്ളത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും എയർ ചീഫ് മാർഷൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് പറഞ്ഞു. പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി ഇന്നു വൈകിട്ട് 4:30 മുതൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. കവി പ്രഭാവർമ്മ രചിച്ച പ്രശസ്തിപത്രം മുഖ്യമന്ത്രി ശ്രീ മോഹൻലാലിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്കുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. രാവിലെ 8 മണിയോടെയാണ് മടക്ക ഘോഷയാത്ര ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 11 ദിവസം പൂജയ്ക്കിരുത്തിയ ശേഷമാണ് 3 വിഗ്രഹങ്ങളുടെയും മടക്കയാത്ര ആരംഭിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ നവരാത്രി മണ്ഡപത്തിൽ നിന്ന് തേവാരക്കെട്ട് സരസ്വതി ദേവിയെ ആനപ്പുറത്തും, ആര്യശാല ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയെയും, ചെന്തിട്ട ക്ഷേത്രത്തിൽ നിന്ന് മുന്നൂറ്റി നങ്കയെയും പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. തുടർന്ന് 3 വിഗ്രഹങ്ങളും കിള്ളിപ്പാലത്ത് സംഗമിച്ചു. തുടർന്ന് 3 വിഗ്രഹങ്ങളും പത്മനാഭപുരത്തെയും ശുചീന്ദ്രത്തെയും മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. ഇന്ത്യയുടെ കൂറ്റൻ ലീഡ് പിന്തുടരുന്ന വെസ്റ്റ് ഇൻഡീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ 1ാം ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 448 റൺസിന് ഡിക്ലെയർ ചെയ്തിരുന്നു. 286 റൺസിന്റെ ലീഡാണ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 12 പാളികളാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിലാണ് 40 വർഷത്തെ വാറന്റിയുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂട്ടേണ്ടി വന്നതെന്നും PS പ്രശാന്ത് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ 1998 വഴിപാടായി ലഭിച്ച സ്വർണ്ണപ്പാളികൾ 2019 സ്വർണം അല്ലാതായത് എങ്ങനെയാണെന്നതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പന്തളം കൊട്ടാര നിർവാഹക സംഘം ആവശ്യപ്പെട്ടു. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവ് മൂലമാണെന്ന പരാതിയിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ. അതേസമയം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ സൂചന. പല്ലശന ഒഴിവുപാറ സ്വദേശിയായ പെൺകുട്ടിയുടെ വലതു കൈയാണ് മുറിച്ചുമാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കേന്ദ്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന്റെ ഭാഗമായി രാജ്യത്ത് 18 ലക്ഷത്തോളം ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായി കേന്ദ്രമന്ത്രി JP നഡ്ഡ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നൽകരുതെന്ന മാർഗനിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കാർഷിക സർവകലാശാലകളിലെ ബിരുദ സീറ്റുകളിൽ 20% അഖിലേന്ത്യാ മത്സര പരീക്ഷയിലൂടെ നികത്തുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ഇന്നു വൈകിട്ട് തിരുവനന്തപുരത്ത്. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.